ഒരു ബ്രേക്കപ്പ് ഒക്കെ കിട്ടിയിരിക്കുന്ന സമയമായിരുന്നു. നമുക്ക് കഥ എഴുതി നോക്കിയാലോ എന്നുള്ളൊരു വാശി തീർത്ത ഈ ഇറക്കിയതെന്ന് കിട്ടിയൊന്നും പോരാ. സാർ അത് പുറത്ത് പറയണ്ട. പുറത്ത് പറഞ്ഞാൽ ചിലപ്പോൾ സാർ എന്നെക്കാളെ തെറി കേൾക്കാൻ സാധ്യതയുണ്ട്. ഇത് മനഃപൂർവ്വം ആറാട്ടെണ്ണൻ്റെ ഞങ്ങൾക്ക് പൊങ്കാല കിട്ടാൻ വേണ്ടി പൊങ്കാലിട്ടല്ല ഞാൻ, അല്ല അതും വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുടക്കത്തിൽ കഥ എഴുതുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ജോണറിൽ കുറച്ചുകൂടി ലിറ്റററി ഫിക്ഷൻ കളിക്കുന്ന തരത്തിൽ ജോണറിൽ എഴുതുന്ന ആളുകൾക്ക് വായനക്കാരെക്കാട്ടിലും കൂടുതൽ ഈ അവാർഡ് ജൂറികളെ തൃപ്തിപ്പെടുത്തണം. കാരണം നമുക്ക് പുതിയ എഴുത്തുകാർക്ക് സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവാർഡുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവാർഡ് വേണം. ഓക്കെ, ഇനി കുറച്ച് ക്ലീഷേ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ വളരെ ലൗഡായിട്ടുള്ള മുദ്രാവാക്യ സ്വഭാവമുള്ള പൊളിറ്റിക്സ് പറയേണ്ട ഒരു കാലത്തിലല്ല ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം നമ്മുടെ ലൈഫ് അങ്ങനെ അതല്ല. അടിയന്തരാവസ്ഥയിൽ ഉണ്ടായിരുന്നൊരു കാലമല്ല നമുക്കറിയാം. അതിനേക്കാളും അടിയന്തരമായ ഉണ്ട്. പക്ഷെ ഭരണകൂടത്തിന്റെ സപ്പോർട്ടോടുകൂടി ഇവിടെ നടക്കുന്ന പല പ്രശ്നങ്ങൾ, പല കാര്യം നമുക്ക് അതറിയാം. അടുത്ത കാലത്ത് വായിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൃതി ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരു കവിതാ പുസ്തകം കുറച്ച് കാലമായിട്ട് ഞാൻ കേൾക്കുന്നില്ല. അത് ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ചുള്ളിക്കാടിന്റെ ഒരു വരി ചൊല്ലാത്ത, ചുള്ളിക്കാടിന് അപരനില്ലാത്ത ഒരു ക്യാമ്പസ് ഇല്ല. ചുള്ളിക്കാടിന്റെ വരി ഇല്ലാത്ത ഹോസ്റ്റലിന്റെ ഏതെങ്കിലും ഒരു മുറി നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നു ആ കാലത്ത്. നമസ്കാരം. ഇങ്തിങ്ങിന്റെ 4ാമത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ചേരുന്നത് മലയാളത്തിന്റെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള 2 യുവ എഴുത്തുകാരാണ്. ബിനീഷ് പുതുപ്പണം, ഷാഫി പൂവത്തിങ്കൽ. സ്വാഗതം. അപ്പോൾ മലയാളത്തിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പുതിയ ട്രെൻഡിനൊക്കെ തുടക്കം കുറിച്ചു എന്നൊക്കെ പറയാവുന്ന ഒരു നോവലായിരുന്നു പ്രേമനഗരം എന്ന് പറയുന്നത്. എങ്ങനെയാണ് പ്രേമനഗരത്തിലേക്ക് വന്നത്? പ്രേമനഗരം നമ്മൾ നോവൽ എന്ന രീതിയിലായിരുന്നില്ല ആദ്യം എഴുതിയത്. ഒരു കഥ എന്ന രൂപത്തിലായിരുന്നു. ഞാൻ 1-2 വേദി പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യത്തെ കോവിഡ് വന്ന് അടച്ചുപൂട്ടപ്പെട്ടൊരു സമയത്ത് ഞാൻ നിലമേൽ കോളേജിൻ്റെ അടുത്തുള്ള ഒരു റൂമിൽ ഒറ്റപ്പെട്ട് പോയും. അപ്പോൾ ഈ ആശയം തലയിലുണ്ട്, ഇങ്ങനെ ഒരു നോവൽ ഈ കഥ എഴുതണം എന്നുള്ള ആശയമുണ്ട്. അത് എഴുതി വന്ന് കഥ നീണ്ട കഥയായി. വീണ്ടും എഴുതി കുറേ പേജുകൾ പോയി അങ്ങനെയാണ് അതൊരു നോവൽ രൂപം ആവുന്നത്. ഇന്ന് കാണുന്ന ആ വലുപ്പമായിരുന്നില്ല, കുറച്ചധികം വലുപ്പം ഉണ്ടായിരുന്നു. അത് കുറച്ച് കുറേ എഡിറ്റ് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ഒരു പ്രേമനഗരം എന്നുള്ള രൂപത്തിലേക്ക് അത് എത്തുന്നത്. അത് പക്ഷേ എങ്ങനെ ട്രെൻഡാവുന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അൺഫിൽറ്റേർഡ് വേർഷൻ ഇനി ഇറക്കാനുണ്ട്. അങ്ങനെയൊക്കെ പറയാം. ഈ ഇറക്കിയതെന്ന് കിട്ടിയൊന്നും പോരാ. അല്ല, അൺഫിൽറ്റേർഡ് എന്ന് പറയാൻ എല്ലാ ഭാഗവും അല്ല പറയുന്നത്. അങ്ങനെയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ രതിയാണല്ലോ അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം. അപ്പോൾ ആ ഭാഗം മാത്രമല്ല, അല്ലാതുള്ള അതിൻ്റെ തുടക്കവും എല്ലാം തന്നെ കുറേ ഒരു വിശാലമായൊരു സാധനമായിരുന്നു. അപ്പോൾ അത്ര ആവശ്യമില്ല നമുക്ക് തോന്നിയപ്പോഴാണ്. എങ്ങനെയായാലും ഒരു എഴുത്തുകാരൻ അവസാനം, ഷാഫി ആണെങ്കിലും കഥ എഴുതുന്ന സമയത്ത് അവസാനം എഡിറ്റ് ചെയ്ത് ചുരുക്കുമല്ലോ. അങ്ങനെ ചുരുങ്ങി ഇന്നത്തെ രൂപത്തിലായി മാറുകയായിരുന്നു പ്രേമനഗരം. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ബിനീഷ് പുതുപ്പണം എന്ന് പറയുന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ ആരാണ് ബിനീഷ് പുതുപ്പണം എന്നൊന്ന് വളരെ ബ്രീഫായിട്ട് പറയാം. ഞാൻ തന്നെ എന്ത് ചെയ്യുന്നു എഴുത്തുകാരൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ഇതുവരെയുള്ളൊരു? ഞാൻ അധ്യാപകനാണ്. ഇപ്പം നിലമേൽ NSS കോളേജിൽ കഴിഞ്ഞ 2018 മുതൽ ആ കോളേജിലാണുള്ളത്. അതിനു മുമ്പ് കാലടി യൂണിവേഴ്സിറ്റിയിൽ ഗസ്റ്റ് അധ്യാപകനായിട്ടുണ്ടായിരുന്നു. അവിടെ ഗവേഷകനായിട്ടുണ്ടായിരുന്നു. ഡിഗ്രിയും PG ഒക്കെ പഠിച്ചത് അവിടെ തന്നെയാണ്. പിന്നെ എഴുത്തിൻ്റെ വഴി നമ്മൾ സ്കൂൾ കാലം മുതലേ ഉണ്ട്. ഇപ്പോൾ ബാലഭൂമി, അതുപോലെ ബാലപംക്തി ഉണ്ടല്ലോ, മറ്റേ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ, അതിലാണ് നമ്മുടെ കവിതയിലാണ് തുടക്കം. എല്ലാവരും എനിക്ക് തോന്നുന്നു ഷാഫിയും കവിതയിലായിരുന്നു സ്കൂളിൽ എഴുതി. എനിക്കൊന്നും എല്ലാ ആളുകളും കവിതയിലൂടെയാണ് എഴുത്തിൻ്റെ തുടക്കം. ഭൂരിപക്ഷ എഴുത്തുകാരെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ കവിതകളിലൂടെയാണ് വന്നത്. കവിത ആരെങ്കിലും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നുമില്ല. നമ്മൾ സ്കൂൾ കാലത്ത് ഇങ്ങനെ എഴുതി, പിന്നെ എവിടെ അയക്കണമെന്ന് അറിയില്ല. അങ്ങനെയാണ് നമ്മുടെ അധ്യാപകരാണ് മാതൃഭൂമി ബാലപംക്തിക്കൊക്കെ അയക്കുന്നത്. പിന്നെ കോളേജ് സമയത്ത് ഈ കോളേജ് മാഗസിൻ എന്നുള്ളൊരു പങ്ക്തി ഉണ്ടല്ലോ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ, അതിലാണ് വരുന്നത്. അതിലെ കൈതക്കാട്ടിലെ കവിത എന്നൊരു കവിത വന്നു. അതൊന്ന് ശ്രദ്ധിക്കപ്പെട്ടു. അന്ന് എനിക്ക് തോന്നുന്നു ഈ സുസ്മേഷ് ചന്ദ്രോത്ത് കത്തി നിൽക്കുന്ന ഒരു സമയമാണ് അദ്ദേഹം. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്റർ അതിൽ വരികയാണ്. അപ്പോൾ ആ ലെറ്റർ ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ പിന്നെ ഇതെങ്ങനെ അയക്കണമെന്നും നമുക്കറിയില്ല. കവിതകൾ മുഴുവൻ ഈ അതേപോലെ കെട്ടി എടുത്ത് DC-ക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ആദ്യ കവിതാ പുസ്തകം സമാഹാരമാണ് വരുന്നത്. അതെ 2008 എഴുതിയ കവിതയാണ്. പക്ഷേ പുസ്തകമായിട്ട് പുറത്തു വരുന്നത് 12-ലാണ്. മൊയ്മോൻ കഥ ഇപ്പം പറയണ്ട, ഷാഫി ബാക്കി ഷാഫി എന്താണ്? ഷാഫി ഉഷാറല്ലേ? സുഖല്ലേ? എന്താണ് ഷാഫി എന്നൊന്ന് പറയും. ഞാൻ ഇപ്പോൾ കാലടിയിൽ ആള് പഠിച്ച അതെ യൂണിവേഴ്സിറ്റിയിൽ, സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ കാലടിക്കാലം വേർഷൻ 2 ആണ്. അപ്പം ഞാൻ കാലടി വന്നതിന് ശേഷമാണ് ശരിക്കും കഥ ഒക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. ആ ഒരു 4-4.5 വർഷത്തിനിടയിലാണ് ഒരു 7 കഥകൾ
വന്നിട്ടുള്ളത്. ഞാൻ ഷാഫിയെ പരിചയപ്പെടുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഒരു ഓൺലൈനിൽ ഞാനൊരു കഥ വായിച്ചിട്ടാണ്. ആ കഥ വളരെ ഭീകരമായിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് വായിച്ചിട്ടാണ് ഇതെഴുതിയ ആളാരാണ്, അയാളുടെ നമ്പറൊക്കെ കണ്ടുപിടിച്ച് വിളിക്കുന്നത്. ഇപ്പോൾ ഈ പ്രേമനഗരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ രതിയുടെ പ്രേമനഗരത്തിലെ പോലെ പോലും അല്ല, അതിനേക്കാളും കൂടുതൽ രതിയുടെ ഒരു അതിപ്രസരമുള്ള ഒരു കഥയാണിത്. അപ്പോൾ എങ്ങനെയാണ് കഥ എഴുതി തുടങ്ങിയത്, എങ്ങനെയാണ് ഇങ്ങനെയുള്ള കഥകളിലേക്ക്, പക്ഷേ പിൽക്കാലത്ത് വന്നിട്ടുള്ള കഥകളൊക്കെ അതിനേക്കാളും ഭയങ്കര ഡെപ്ത് ഉള്ളതായിരുന്നു, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കഥയിലേക്ക് വരുന്നത്? കഥയിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു ഡിഗ്രി പി ജി കാലം വരെ നമ്മളെ നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഈ സിനിമയുടെ സ്വപ്നങ്ങളും പരിപാടികളും ഷോർട്ട് ഫിലിമിന് സ്ക്രിപ്റ്റ് എഴുതലും സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതലൊക്കെ ആയിട്ട് കുറേ പരിപാടികളുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ സ്വാഭാവികം സിനിമയാണല്ലോ, നടക്കാതെ പോവുകയും പിന്നീട് ഞാൻ കാലടിയിലേക്ക് വരികയും നാട്ടിൽ നിന്ന് കാലടിയിലേക്ക് വിട്ടുപോരുകയും ആ ഒരു സൗഹൃദ നാട് എവിടെ? ഒറ്റപ്പാലം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയും ആ സിനിമാ സൗഹാർദ്ദങ്ങളൊക്കെ ഒന്ന് അതിലൊരു ഗ്യാപ്പ് വരികയൊക്കെ ചെയ്യുന്ന സമയത്താണ്. പിന്നെ ഒരു ബ്രേക്കപ്പ് ഒക്കെ കിട്ടിയിരിക്കുന്ന സമയമായിരുന്നു. അപ്പം നമുക്ക് കഥ എഴുതി നോക്കിയാലോ എന്നുള്ളൊരു വാശി തീർത്ത അങ്ങനെ. പക്ഷേ ഞാൻ ആ സമയത്ത് വായിച്ചിരുന്ന കഥകൾ, അതായത് ഞാൻ അങ്ങനെ മലയാളത്തിലെ വളരെ ക്ലാസിക് എന്ന് പറയുന്ന കഥകളൊന്നും ആ സമയത്ത് വായിച്ചിരുന്നില്ല. എന്നാൽ ആ സമയത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കുറേ കഥകളൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് ഈ പറയുന്ന ആനുകാലികങ്ങളിലൊക്കെ വരുന്ന കഥകളൊക്കെ വായിച്ചിരുന്നു. അപ്പം ആ സമയത്ത് ട്രെൻഡ് ഇതൊക്കെയാണ്, ഈ കാട്, ഇറച്ചി, വയലൻസ്, സെക്സ്. അപ്പം അന്ന് ആദ്യം അങ്ങനെയുള്ള കഥകൾ എഴുതി തുടങ്ങി. പിന്നീട് ഇത് അതിന് ഒരു അപ്രീഷിയേഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം വിളിച്ച കാര്യമൊക്കെ പറഞ്ഞ പോലെ. പക്ഷെ പിന്നെ ആളുകൾ പറയാൻ തുടങ്ങി ഇത് എല്ലാവരും എഴുതുന്ന കഥകളല്ലേ, ഈ ട്രെൻഡ് ഭയങ്കര ബോറിംഗ് ആണെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഇതല്ല നമുക്ക് മാത്രം എഴുതാൻ കഴിയുന്ന എന്തുണ്ട് നോക്കിയിട്ടാണ് പിന്നീട് ഉണ്ടായ കഥകളൊക്കെ. അപ്പം ഈ ആദ്യത്തെ കഥകൾ ഈ ഒരു ട്രെൻഡിൽ വന്നതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതുവരെ എത്ര കഥകൾ എഴുതിയിട്ടുണ്ട്? ഞാനൊരു 10-ൽ കൂടുതൽ 12ഓളം കഥകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ എഴുതിയ കഥകൾ പലതും ഇഷ്ടമാവാതെ ഉപേക്ഷിക്കുകയും ചിലതെല്ലാം കുറച്ച് ലോങ് ആണ്. അതെ, അത് ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ, അതായത് ഞാൻ ഈ സിനിമ പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റേ നമ്മുടെ സിഡ് ഫീൽഡിൻ്റെ ഒക്കെ ഹൗ ടു റൈറ്റ് എ സ്ക്രീൻ പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ അവിടെ കിടക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഈ കഥയിലും വരുന്നുണ്ട് തോന്നുന്നു. എല്ലാം എങ്ങനെ എഴുതി വന്നാലും 10 പേജ് കഥ ഉണ്ടാവും. അപ്പം അങ്ങനെ വലിയ കഥകളിലേക്ക് എത്തിപ്പെടുന്നു. ഓക്കെ, പ്രേമനഗരത്തിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ, പ്രേമനഗരം വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫൊക്കെ ഉണ്ടല്ലോ, എനിക്കതിനകത്ത് ആദ്യത്തെ വായനയിൽ എനിക്കതിനകത്ത് ഭയങ്കര ഡെപ്ത് തോന്നി, നല്ല രസമുണ്ട് അത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പക്ഷേ അടുത്തടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് അതിനകത്തൊരു ക്രഞ്ച് ഫീൽ ചെയ്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേമനഗരം വിമർശനം നേരിട്ടിരിക്കുന്നത് ഈ രതിയുടെ വിഷയത്തിലാണോ അതോ ക്രഞ്ചടിപ്പിക്കുന്നു എന്നുള്ളതിലാണോ? പലതരത്തിലുണ്ട്. ഇപ്പം എനിക്ക് ഒരുപാട് വിമർശനങ്ങളും പ്രശ്നങ്ങളും വന്നത് രതിയെ അത്ര വിവരിച്ചു എന്നുള്ളതാണ്. പക്ഷേ വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായം, രതി പ്രേമനഗരത്തിലൊന്നും അല്ല. അതിന് മുമ്പേയുള്ള മലയാള കൃതികൾ ഒരുപാട്, ബഷീറിൻ്റെ ആയാലും സക്കറിയുടെ ആയാലും മാധവിക്കുട്ടിയുടെ ആയാലും ഒക്കെ നമുക്ക് എടുത്ത് പരിശോധിച്ചാൽ അറിയാം. ഒന്നും വേണ്ട, നമ്മുടെ ഇതിഹാസങ്ങൾ, ഇത് ഞാൻ താരതമ്യപ്പെടുത്തുന്നതാണെന്ന് കരുതരുത്, തെറ്റിദ്ധരിക്കരുത്. ഇതിഹാസങ്ങളുടെ ഓരോ ഭാഗം എടുത്തു നോക്കൂ, ഋഷ്യശൃംഖല അടങ്ങുന്ന ആളുകളുടെ ജനനം മുതലുള്ള കഥകളൊക്കെ. എന്നിട്ട് നമ്മൾ അത്തരം പുസ്തകങ്ങളൊക്കെ അശ്ലീലാണെന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുമോ? അത് ലോക ക്ലാസിക്കുകളല്ലേ. അപ്പോൾ രതിയുടെ ഒരു വലിയൊരു വിശാലമായൊരു ബോധ്യം നമുക്ക് സാഹിത്യത്തിൽ തന്നെ ഒരുപാടുണ്ട്, ഇപ്പം ഇറങ്ങുന്ന കൃതികളിലുണ്ട്. പക്ഷെ ഇത് അറിയില്ല, എനിക്ക് തോന്നുന്നൊരു വിവാഹേതര ബന്ധത്തിലെ രതി ആയതുകൊണ്ടായിരിക്കാം, അത്തരത്തിലുള്ളൊരു പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കാം അത് ഇത്ര വിമർശനം നേരിട്ടതെന്നാണ് എനിക്ക് തോന്നിയത്. പൈങ്കിളി നോവലാണ് എന്നുള്ളൊരു, അത് പലതരത്തിൽ വന്നിട്ട് പൈങ്കിളി നോവലാണെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. എന്നാൽ പൈങ്കിളിക്കപ്പുറത്തേക്ക്, ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല, പ്രധാനപ്പെട്ട ബുദ്ധിജീവികളായിട്ടുള്ള 1-2 പേര് എന്നെ വിളിക്കുകയും ആ നോവലിനെ പറ്റി നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. നമ്മൾ സാർ അത് പുറത്ത് പറയണ്ട, പുറത്ത് പറഞ്ഞാൽ ചിലപ്പോൾ സാർ എന്നെക്കാളേറെ തെറി കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇഷ്ടപ്പെട്ട മനുഷ്യരുണ്ട്. പല രീതിയിലാണ്. നമുക്കിപ്പോൾ ഒരു വായന എങ്ങനെയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരും ഓരോ അനുഭവം, അഖിലിന് ഉള്ള അനുഭവം ആയിരിക്കണം എന്നില്ലല്ലോ മറ്റൊരാൾക്കുള്ള അനുഭവം. അല്ല, പേഴ്സണലി ഇപ്പോൾ ബിനീഷ് പുതുപ്പണം എന്ന് പറയുന്ന ആൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ എഴുതാൻ ഇഷ്ടമുള്ള ഒരു ജോണറാണോ ഈ പ്രേമനഗരം എന്ന് പറയുന്ന നോവലിനെ മാറി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നു? അല്ല, മാറി വായനക്കാരൻ വായനക്കാരൻ പലതരത്തിലുണ്ട്. നമുക്ക് ഇപ്പോൾ പൈങ്കിളിയായി കാണണമെന്നുണ്ടെങ്കിൽ പൈങ്കിളിയായി കാണാനുള്ള ഭാഗങ്ങൾ അതിലുണ്ട്. എന്നാൽ അത് ഒരു രതിയുടെ പ്രസരമുള്ളതാണെന്ന് നോക്കിക്കാണാം അങ്ങനെ. എന്നാൽ പ്രേമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ അതൊരു മനോഹരമായ പ്രേമ നോവലായിട്ടും വായിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഷാഫി എന്നാ പറയുന്നു? അല്ല, പ്രേമനഗരം വായിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ജോണർ അല്ല അത്. അപ്പം അങ്ങനെ ഞാനത് വളരെ പെട്ടെന്ന് വായിച്ചു പോയൊരു നോവലാണ്. അപ്പം
അങ്ങനെ തുറന്നു പറഞ്ഞാൽ എന്നെ അങ്ങനെ ഒരുപാട് ആകർഷിച്ച ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫേവറേറ്റ് ജോണറാണ്. പക്ഷേ ആളുകൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട്, അതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നതേ ഒരു മാർക്കറ്റ് കൂടി ആയതുകൊണ്ട് ഇപ്പോൾ വളരെ ഗൗരവപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിൽ പ്രശ്നമുണ്ട് തോന്നുന്നു. അതായത് ലിറ്റററി ഫിക്ഷൻ എന്നൊക്കെ വിളിക്കുന്ന മറ്റൊരു വിഭാഗത്തിനെ മാർക്കറ്റിൽ താങ്ങി നിർത്തണമെങ്കിൽ ഇപ്പുറത്ത് ഇങ്ങനെയുള്ളൊരു സെല്ലിങ് കൂടി നടക്കണം. അപ്പോൾ പക്ഷെ അത് മാർക്കറ്റിങ്ങിൽ പക്ഷേ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നുന്നു എനിക്ക്. അതായത് ഇത് മാത്രം ശ്രദ്ധിക്കപ്പെടാനും പാടില്ല, ഇതിനും കൂടി അത് പ്രസാദകരെ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇപ്പം വായന എന്ന് പറയുമ്പം രണ്ടിലേക്ക് കൂടി ആളുകൾ എത്തിക്കുന്ന തരത്തിലുള്ള. അപ്പോൾ ഷാഫി എഴുതുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നോക്കുക? മാർക്കറ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ എഴുതണമെന്ന് അത് നോക്കാറുണ്ടോ? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുടക്കത്തിൽ കഥ എഴുതുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ജോണറിൽ കുറച്ചുകൂടി ലിറ്റററി ഫിക്ഷൻ എന്ന് വിളിക്കുന്ന തരത്തിൽ ജോണറിൽ എഴുതുന്ന ആളുകൾക്ക് വായനക്കാരെക്കാട്ടിലും കൂടുതൽ ഈ അവാർഡ് ജൂറികളെ തൃപ്തിപ്പെടുത്തണം. കാരണം നമുക്ക് പുതിയ എഴുത്തുകാർക്ക് സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവാർഡുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എഴുതുന്ന സമയത്ത് അവാർഡ് ജൂറികളെ തൃപ്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കാറില്ല. പക്ഷേ എന്നാലും കുറച്ച് ഞാനൊക്കെ വായിക്കുന്നത് നമുക്കതിൻ്റെ ആ ഒരു വേർഡിൻ്റെ ഒരു പ്ലേ ഒന്നുകൂടി വായിച്ച് ഒന്നുകൂടി ഇരുന്ന് ആലോചിച്ച് അതിൻ്റെ അർത്ഥം കണ്ടെത്തി, അപ്പോൾ അതിലുള്ളൊരു സൗന്ദര്യം കണ്ടെത്തി അങ്ങനെയൊക്കെ എഴുതുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ ഇപ്പോൾ പലരും അപ്പോൾ അത് വായിക്കാൻ കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളിതിനെ എങ്ങനെ സിമ്പിളാക്കാം എന്നൊക്കെ ആലോചിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പം ഞാൻ ബോധപൂർവ്വം ശ്രമിക്കുന്ന ഞാൻ മാത്രമല്ല, എൻ്റെ ഈ ഒരു കാലത്ത് എഴുതുന്ന സീരിയസ് ആയി എഴുതുന്ന അല്ലെങ്കിൽ ലിറ്റററി ഫിക്ഷൻ എഴുതുന്ന പല ആളുകളും പുതിയ കാലം എഴുതുന്നില്ല എന്നുള്ളൊരു പരാതി. അവർ എഴുതുന്നതൊക്കെ ഇപ്പോൾ ഹരീഷൊക്കെ ആണെങ്കിൽ എഴുതുന്നതൊക്കെ പഴയ കാലമാണ്, 70s 80s പറയുന്നുണ്ട്. അങ്ങനെ അതിനൊരു മറികടക്കാൻ ശ്രമം ഇപ്പം എൻ്റെ കഥയിൽ അത് വന്നിട്ടുണ്ട് പലപ്പോഴായിട്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ മാതൃഭൂമിയിൽ അവസാനം വന്ന ഈ പ്രവാചകന്റെ മരണം എന്ന് പറയുന്ന കഥ എനിക്ക് വേണമെങ്കിൽ നേരിട്ട് അതൊരു 70s 80s കഥയായിട്ട് എഴുതായിരുന്നു. പക്ഷേ ഈ പ്രശ്നം മറികടക്കാൻ വേണ്ടിയാണ് ഞാൻ അതിലൊരു പുതിയ തലമുറ അന്വേഷിച്ച് പോകുന്ന തരത്തിൽ ആക്കിയത്. അപ്പം അങ്ങനെയൊക്കെ അതിനെ മറികടക്കാൻ ശ്രമിക്കാറുണ്ട്. അവാർഡ് വേണോ? അല്ല, എനിക്ക് അതിലൊരു വിയോജിപ്പുണ്ട്. നമ്മൾ അവാർഡ് ജൂറിയെയോ ആരും തൃപ്തിപ്പെടുത്താനല്ല നമ്മുടെ എഴുത്തെന്ന് പറയുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയാം, ആളുകൾക്ക് വായിച്ചാൽ മനസ്സിലാവണം. നമുക്ക് ബുദ്ധിജീവിതരമായി എഴുതാൻ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യന് ഏതു തരത്തിലും ഭാഷയെ കൈകാര്യം ചെയ്യാൻ കഴിയും. ഇപ്പോൾ അതിബുദ്ധിജീവിത്തരം ആർക്കും വായിച്ചാൽ മനസ്സിലാവരുത് എന്നാൽ എന്തോ ഉണ്ടെന്നൊരു തോന്നൽ എന്നുള്ള വാക്ക് ഞാൻ ഇൻവെർട്ടിൽ ഇടുകയാണ്. തോന്നൽ ഉണ്ടാക്കണമെന്ന് കരുതി എഴുതുകയാണെങ്കിൽ ഒരാൾക്ക് ഭാഷ കൈകാര്യം ചെയ്യുന്ന ആർക്കും അങ്ങനെ ഉണ്ടാക്കാൻ കഴിയും. അതേ സമയത്ത് നമുക്ക് ആളുകൾ വായിച്ചാൽ മനസ്സിലാവണം, ആളുകൾക്ക് അത് വൈകാരികമായി ഫീൽ ചെയ്യണം. ബാക്കി അവാർഡിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് വന്നുകൊള്ളും. അർഹത ഉണ്ടെങ്കിൽ ഉറപ്പിപ്പം അറിയാലോ. പക്ഷെ മാതൃഭൂമി അടങ്ങുന്ന വലിയ പുരസ്കാരങ്ങൾ ഷാഫി കിട്ടി. അത് ഷാഫിയുടെ ആ ബലമാണ് എഴുത്തിൻ്റെ, അല്ലാണ്ട് അവാർഡ് ജൂറിയുടെയോ ഇതോന്നില്ല. മറിച്ച് അത്തരത്തിൽ നമ്മൾ ആരെയും തൃപ്തിപ്പെടുത്താനായി എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് തോന്നുന്നത് എന്താണോ അത് ഒരുപക്ഷെ ആക്രമണം നേരിടും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത് പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹരീഷ് ചേട്ടനെ കോട്ട് ചെയ്ത് ഹരീഷ് അടങ്ങുന്ന ആളുകൾ എത്രമാത്രം ആക്രമിക്കപ്പെട്ടു, ഒരുപാട് എഴുത്തുകാർ നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ അത്ര തൃപ്തിയുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. തൃപ്തി എന്ന് പറയുന്നത് എഴുത്തുകാരന് എഴുതുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവണം, വായനക്കാർക്ക് അത് വൈകാരികമായി ഉൾക്കൊള്ളാൻ പറ്റണം. അത് ഏത് തരത്തിലുള്ള വൈകാരികതയാവാം, അതേ നമ്മൾ എഴുത്തിൽ നോക്കണ്ടു എന്നാണ് വ്യക്തിപരമായ. ഓക്കെ, അപ്പോൾ ബിനീഷ് പുതുപ്പണം എന്ന് പറയുന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ വായനക്കാരൻ കൂടുതലും വായിക്കുന്നത് എന്ത് തരം ഫിക്ഷനാണോ നോൺ ഫിക്ഷനാണോ? അത് രണ്ടും വായിക്കാറുണ്ട്. പിന്നെ ഒരു ഫിലോസഫിക്കൽ എഴുത്തുകളോട് എനിക്ക് താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള യതിയുടെ പുസ്തകങ്ങൾ, അങ്ങനെയുള്ള ഗുരുവിൻ്റെ പുസ്തകങ്ങൾ, അതൊക്കെയാണ് കൂടുതൽ വായിക്കാനുള്ളൊരു താല്പര്യം. അതേസമയത്ത് ഫിക്ഷനും വായിക്കാറുണ്ട്. ഫിക്ഷൻ മലയാളത്തിലെ ഒട്ടുമിക്ക ഫിക്ഷനുകളും ഇറങ്ങുമ്പോൾ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്താണ് വായനയുടെ ഒരു? അല്ല, എൻ്റെ വായന ഞാൻ എഴുതുന്ന തരത്തിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ ഞാൻ വളരെ ഇതിൻ്റെ ഒരു പ്ലേ ഉള്ള നമുക്ക് വായിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇങ്ങനെ കോയിൻ ചെയ്ത് ഈ വേർഡുകൾ എടുത്തു, അതിൽ ഈ സെൻറ്റൻസ് എങ്ങനെ കോയിൻ ചെയ്തെടുത്തു എന്ന് ആലോചിച്ച് നമ്മളൊന്ന് റിഫ്ലക്റ്റീവായിരിക്കും, നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണം. അതെ. ഇപ്പോൾ ഈ പ്രവാചകന്റെ മരണം എഴുതുന്നതിനൊരു പ്രേരണയായത് കഴിഞ്ഞ ബുക്കറിൽ വന്നിട്ടുള്ള കൈറോസ് എന്ന് പറയുന്ന ഒരു നോവലായിരുന്നു. അപ്പോൾ അതിൽ മറ്റേ ബെർലിൻ വാളിന്റെ തകർച്ച സമാന്തരമായിട്ടൊരു പ്രണയം കൊണ്ടുവരികയാണ്. അപ്പോൾ അതും രണ്ടും ഭയങ്കരമായിട്ട് അടിപൊളിയായി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എന്നെ ഈ പെലയും ഇവിടെയുള്ള നാട്ടിലെ ഒരാളുടെ ജീവിതവും തമ്മിൽ ബന്ധിപ്പിക്കാൻ എനിക്ക് പ്രേരണയായത്. അപ്പം ഞാൻ വായിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ എഴുതുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരാളാണ് ഷാഫി, ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരാളാണ് ബിനീഷ്. അപ്പോൾ പുതിയ തലമുറ എങ്ങനെ വായിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അത് പലതരത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു വായിക്കുന്നുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വായനയുടെ തലത്തിൽ
വ്യത്യാസം വന്നു. ഇപ്പം നമ്മൾ പതിപ്പുകളാണ് വായന എന്ന് ഞാൻ പറയുന്നില്ലേ, പുസ്തകങ്ങളുടെ പതിപ്പുകൾ എന്ന് നോക്കിയാൽ ഒരു കാലത്ത് ഒരു പുസ്തകത്തിൻ്റെ 2ാം പതിപ്പ് ഇറങ്ങുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യം. പക്ഷേ ഇന്ന് ക്യാമ്പസുകളിൽ അത്തരം പുസ്തകങ്ങൾ ധാരാളം, ട്രെൻഡിനനുസരിച്ചുള്ള വായനകൾ ഒരു ഭാഗത്തുണ്ട്. അതാണ് കൂടുതൽ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് വിയോജിപ്പ് ഉണ്ടാകാം എല്ലാവർക്കും. എന്നാൽ അത്തരത്തിലുള്ള വായനകൾ സജീവമായിട്ട് ക്യാമ്പസുകളിൽ ഉണ്ടാവുന്നുണ്ട്. ലൈബ്രറിയിൽ നിന്ന് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ എടുക്കുന്ന വളരെ ചുരുക്കം ആളുകൾ, നമ്മൾ ഗൗരവപ്പെട്ടതെന്ന് പറയുന്ന പ്രൗഢമായിട്ടുള്ള കൃതികൾ എടുക്കുന്നവരുണ്ട്. എനിക്കൊന്ന് വായനയുടെ തലത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, പക്ഷേ വായിക്കപ്പെടുന്നുണ്ട്. എന്നാൽ വായന ഇല്ലാത്തൊരു വിഭാഗം വേറെയും ഉണ്ട്. നമ്മളെ എനിക്കൊന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വായനക്കാർ കൂടിയിട്ടുണ്ട് ക്യാമ്പസുകളിൽ, പക്ഷേ വായനയുടെ തലത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നിയത്, ഞാൻ ഗവേഷകനും കൂടി ആയതുകൊണ്ട് അവിടെ ഡിഗ്രി മുതലുള്ള കുട്ടികളുള്ളതുകൊണ്ട് വലിയൊരു തലമുറ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം ഗവേഷകർ പൊതുവേ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ഗൗരവപ്പെട്ട വായനകളുള്ളവരും ഇതിനോട് അത്ര ഒരു പുതിയ ട്രെൻഡിനോടുള്ള അത്ര താല്പര്യമില്ലാത്ത ആളുകൾ, അതിന് വിമർശനാത്മകമായിട്ട് നോക്കിക്കാണുന്നവരൊക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോൾ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ലാംഗ്വേജ് മാറിപ്പോയിട്ടുണ്ട്, കുറേ വിഷ്വലും അതുപോലെ വളരെ പേസി ആയിട്ടുള്ള, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള വായിക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ വായിക്കുക, വളരെ വിഷ്വലായിട്ടുള്ള, വളരെ പെട്ടെന്ന് നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്ന, അതാണല്ലോ നമ്മൾ റീല് പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്നത് പോലെ വായിച്ചു പോകാൻ പറ്റുന്ന അങ്ങനെയുള്ള പുസ്തകങ്ങളോട് ഈ ആളുകൾക്ക് താല്പര്യമുണ്ട്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇതിനകത്തൊരു ഒരു ഉട്ടോപ്യൻ സാധനം ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിക്കകത്താണെങ്കിലും കോളേജിനകത്താണെങ്കിലും അവിടെ വായിക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അത് വളരെ കൂടുതലുണ്ടാവും. അതല്ലാണ്ട് ഇപ്പോൾ കുട്ടികൾ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ പഠിച്ച് ജോലി നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ള മനുഷ്യരിൽ ഞാൻ കണ്ടിട്ടുള്ളത് അവരിൽ ഇത്തരത്തിലുള്ള വായന നടക്കുന്നില്ല. അതായത് നമ്മൾ ഈ കോളേജ് നമ്മുടെ ഒരു സർക്കിൾ എന്ന് ആലോചിക്കുന്നിടത്താണ് ഈ പറഞ്ഞ പോലെ വായന നടക്കുന്നുണ്ട്, അതിൻ്റെ തലം മാറിയിട്ടേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പുറത്ത് വായിക്കുന്നത് വേറെ കൈൻഡ് ഓഫ് ബുക്സ് ആണ് അതിൽ വായിക്കുന്നവർ. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തും വായനയുടെ എഴുത്തിൻ്റെ സമൂഹം ഒരു ചെറിയ സമൂഹമാണ്. ഞാൻ പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ റീൽ ചെയ്യുന്ന ഹിറ്റായിട്ടുള്ള ഒരാൾ, നമ്മുടെ മലയാളത്തിൽ ഏറ്റവും പ്രൗഢമായ ഒരു എഴുത്തുകാരൻ വന്ന് ഒരു ഭാഗത്ത് സംസാരിക്കുകയും ഇന്ന് റീലുകളിലും മറ്റുമൊക്കെ മുഖം കാണിച്ച് സിനിമ തിയേറ്ററിന് മുമ്പിലൊക്കെ തുള്ളുകയും ചെയ്യുന്ന ഒരാൾ വന്ന് ഒരു സ്ഥലത്ത് നിൽക്കുകയും ചെയ്താൽ ആളുകൾ മൊത്തം കൂടുകയും ചാനലുകൾ മൊത്തം പോവുകയും ചെയ്യുക അവിടെയാണ്. എഴുത്തുകാരൻ അവിടെ ഇരിക്കും കുറച്ച് പേരുമായിട്ട്. അപ്പോൾ എല്ലാ കാലത്തും ആ ഒരു സമൂഹമേ ഉള്ളൂ. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് കുറച്ചധികം സമൂഹം ഇന്ന് ആയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മനഃപൂർവ്വം ആറാട്ടെണ്ണൻ്റെ ഞങ്ങൾക്ക് പൊങ്കാലിട്ടാൻ വേണ്ടി പൊങ്കാലിട്ടല്ല ഞാൻ, അല്ല അതും വേണം. ഞാൻ പറയുന്നത് എഴുത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞതാണ്. അത് അവരുടെ സ്വാതന്ത്ര്യം, അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ നമ്മൾ ആരുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, അങ്ങനെയുള്ളൊരു വിഭാഗം ഒരു ഭാഗത്ത് വന്ന് നിൽക്കുകയും ഇപ്പുറത്ത് നമ്മൾ എഴുത്തിൻ്റെ ഒരു ചർച്ച വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കൂടും അപ്പുറത്താണ് പുതിയ കാലത്ത്. അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എഴുത്തുകാരനാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഭാഗത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ അത് യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ അപ്പോൾ ആ യൂണിവേഴ്സിറ്റിക്കകത്തുള്ള ഒരു ഭാവനാ ലോകത്ത് നമ്മൾ നിൽക്കേണ്ടി വരും. ഇപ്പുറത്തെ സമൂഹം മറ്റൊരു തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കരുതി നമുക്ക് എഴുതാനോ വായിക്കാതിരിക്കാനോ ഒന്നും പറ്റില്ല. ഈ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഈ മാങ്ക, അനിമെ അതുപോലത്തെ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ചുള്ള ഇപ്പോൾ ഒരു കാലത്ത് കവിതകൾക്ക് വേണ്ടിയിട്ട് കവിതാ സായാഹ്നങ്ങൾ, ചർച്ചകൾ, ഇപ്പോൾ ഈ കഥാവായന, ലേഖനങ്ങൾ വായിക്കുക. ഇപ്പോൾ ഭഗത് സിംഗിൻ്റെയൊക്കെ അവസാനത്തെ കത്ത് എനിക്ക് ഓർമ്മയുണ്ട്. കോളേജിലൊക്കെ ആ കത്ത് വായിച്ചിട്ട് അതിനെക്കുറിച്ച് ചർച്ച സംഘടിപ്പിക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടാവാം. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പുതിയ കാലത്തെ കുട്ടികൾ വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ കൂടി ഒരു ഇൻക്ലൂസീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ കോളേജുകളിൽ നടക്കുന്നുണ്ടോ? വായനക്കാരുടെ അല്ലെങ്കിൽ എഴുത്തുകാരുടെ കൂട്ടായ്മകളിൽ നടക്കുന്നുണ്ട്? എനിക്കങ്ങനെ അവരെ ഇൻക്ലൂഡ്, അതായത് ഞാൻ ചോദിക്കാനുള്ള ഒരു പ്രധാന കാര്യം എന്താ പറയുക, ഇപ്പോൾ കോമിക്കോൺ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇവിടെ കൊച്ചിയിൽ വെച്ച് നടന്നിരുന്നു. ഈ മാങ്ക, അനിമെ, അതിൻ്റെയൊക്കെ ഒരു ഫെസ്റ്റാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. സാധാരണ ബാംഗ്ലൂർ, ബോംബെയിലൊക്കെ നടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ കോമിക്കോൺ നടന്ന സമയത്ത് ഭയങ്കര ആർഡൻ്റായിട്ടുള്ള ഫാൻസ് ഈ പുസ്തകങ്ങളുടെ ആണ് അവിടെ വന്നത്. അപ്പോൾ അത് വേറൊരു കൾട്ട് തന്നെയാണ്, നമുക്ക് തീരെ പരിചയമില്ലാത്ത, എന്നാൽ അവരുടെ ആ ഒരു മേഖലയിൽ ഭയങ്കര അതിനകത്ത് അവർ ഇൻവോൾവ് ആണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ എഴുത്തുകാർ, പുതിയ എഴുത്തുകാർ മനസ്സിലാക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ക്യാമ്പസുകൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ സർവകലാശാല വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തി, കാലിക്കറ്റ് സർവകലാശാല നടത്തി, കോളേജ് മഹാരാജാസ് കോളേജ് നടത്തി. പക്ഷേ അവിടെയൊക്കെ ഫെസ്റ്റിവലുകൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാനുള്ള ആളുകൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഗൗരവമായി അത് കേൾക്കുകയും
ഗൗരവമായ ചർച്ചകൾ അത് നടക്കുന്നുണ്ടോ. ഫെസ്റ്റിവൽ ഒരു ആഘോഷം എന്ന രീതിയിൽ ആളുകൾക്ക് വന്നു ചേരാനും കഥ പറയാനും ഐസ്ക്രീം കഴിക്കാനും ചുറ്റാനൊക്കെ ഒരു ഫെസ്റ്റിവൽ മോഡ് തന്നെയാണ് അതിനൊക്കെ ഉള്ളത്. അവിടെ ഒരു ഗൗരവ ചർച്ചയിലേക്ക് ആളുകൾ തമ്മിൽ ഇടപെട്ട് പോകുന്നുണ്ട്, പുറത്ത് നടക്കുന്നുണ്ട്. പുറത്ത് ഞാൻ ക്യാമ്പസുകളിലത്തെ മാത്രമാണ് പറയുന്നത്. അവിടെ ഒരു മറ്റൊരു തരത്തിലുള്ള ആഘോഷത്തിൻ്റെ ഫീലാണ് പോയ ഫെസ്റ്റിവലുകളിലൊക്കെ. എന്നാൽ സംഘാടകർ വെക്കുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിൽ സജീവമായ ഇടപെടലുകൾ പലപ്പോഴും ഉണ്ടാവാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ക്യാമ്പസുകൾ അങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ ഒരു ദിവസമായിട്ടാണ് അതിനെയൊക്കെ പരിഗണിക്കുന്നതെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഈ അനിമയൊന്നും നമ്മൾ വായനയുടെ ചർച്ചകളിലേക്ക് യൂണിവേഴ്സിറ്റികളിലേക്ക് കോളേജുകളിലേക്കൊന്നും കടന്നു വന്നിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പിക്ചർസ് ആയിട്ടുള്ള വിഷ്വലായിട്ടുള്ള വായനയുടെ ഒരു രൂപം അത് വളരെ പുതിയ നമ്മൾ അല്ലെങ്കിൽ ആളുകൾ വായിക്കണമെന്നുണ്ടെങ്കിൽ അത് പുതിയ എഴുത്തുകാർ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. ഞാനൊക്കെ വിചാരിക്കുന്നത് അതുപോലെ പക്ഷെ എന്നെ സംബന്ധിച്ചൊക്കെ ഒരു ബാലൻസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഈ വായന എന്ന് പറയുന്നത് തന്നെ കുറച്ചൊരു നമുക്ക് വളരെ കണ്ടംപ്ലേറ്റീവായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിലേക്ക് നമ്മൾ ഈ വിഷ്വലിൻ്റെ ഫാസ്റ്റിൻ്റെ സാധനം കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ഒരു നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. എന്നാൽ ഇത് ബാലൻസ് ചെയ്യാൻ വേണം. എന്തായാലും അത്തരം ചർച്ചകളൊന്നും യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ ഇത്തരം വായനാകൂട്ടങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ല. അതിപ്പോഴും അതിൻ്റെ ട്രഡീഷണലായ വഴികളിൽ തന്നെ നിൽക്കുന്നു തോന്നുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും പുതിയ തലമുറ ചിലപ്പോൾ അത്ര അടുക്കാത്തത്. പക്ഷെ നമ്മളുമൊക്കെ വായന ആരംഭിച്ചത് ഇപ്പോൾ ബാലരമ, ബാലഭൂമിയൊക്കെ പോലുള്ള ചിത്രകഥകൾ, അമർ ചിത്രകഥകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വായിച്ചിട്ടാണ്. അതിൻ്റെ ഒരു വേറൊരു വേർഷൻ തന്നെയാണ് അനിമയുടെയൊക്കെ ലോകത്ത് നടക്കുന്നത്. അപ്പോൾ ഇനി ഇപ്പം എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്? പുതിയതായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ അത്യാവശ്യം സമയങ്ങളിലൊക്കെ നമ്മൾ എഴുതിയതെല്ലാം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഒരു സന്തോഷത്തിന് ഇപ്പം എഴുതും. ഇപ്പം ഷാഫി നേരത്തെ പറഞ്ഞല്ലോ, എഴുതിയ കഥകളിലാകെ വളരെ കുറച്ചാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ നമുക്ക് തോന്നുന്നതൊക്കെ എഴുതി വെക്കും. ആ എഴുതിയത് പ്രസിദ്ധീകരിക്കണം എന്നില്ല. ഇപ്പോൾ 1-2 സാധനങ്ങൾ എഴുതുന്നു, അത് തീർന്നു കഴിഞ്ഞാൽ പ്രസിദ്ധീകരിക്കാനാവുമായിരിക്കാം. അത് തീരുമെന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ പൂർത്തീകരിക്കപ്പെടാതെ എഴുത്തുകളാണ് മറ്റെഴുത്തുകളേക്കാൾ നമ്മുടെ കയ്യിൽ കൂടുതൽ. അത് നമുക്ക് എഴുത്തിൻ്റെ വഴി എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് പ്രസിദ്ധീകരിക്കുമോ ഇല്ലയോ. ചിലപ്പോൾ നമ്മൾ കൊടുത്താലും പബ്ലിക്കേഷൻ ചിലപ്പം സ്വീകാര്യമല്ലെങ്കിൽ അത് തള്ളപ്പെടാം. പക്ഷേ ഇപ്പോൾ ഒരുപാട് പബ്ലിഷേഴ്സ് ഉണ്ട്. നേരത്തെ ഉള്ളതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പബ്ലിക്കേഷൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളെപ്പോലെ നമുക്ക് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് കിട്ടാൻ വലിയ പ്രയാസമില്ല. അതായത് സമാന്തര പ്രസിദ്ധീകരണങ്ങളുടെ കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത്. മുഖ്യധാരയിൽ ഇപ്പോഴും പ്രശ്നമാണ്, വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കണം. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു 10,000-20,000 രൂപയുള്ള ഏതൊരു മനുഷ്യനും അവൻ്റെ ഇഷ്ടാനുസരണം പുസ്തകം ഇറക്കാനുള്ള പ്രസാധക സംഘങ്ങളിൽ നിന്നുണ്ട്. ധാരാളം പ്രസാധക സംഘമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് വലിയ മുഖ്യധാരയിൽ നിൽക്കുന്ന പ്രസാധക സംഘത്തിൽ നിന്നൊരു പുസ്തകം പുറത്തിറങ്ങണമെങ്കിൽ ഇന്നും പാടാണ്. ഷാഫിയുടെ ആദ്യത്തെ പുസ്തകം വരാൻ പോവുകയാണ്, പുസ്തകം എന്നുള്ള രൂപത്തിൽ. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന്? ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം എനിക്ക് ഈ അവാർഡുകൾ, ഇഷ്ടപതിപ്പ് ഉൾപ്പെടെ അവാർഡുകൾ വരുമ്പോൾ നമ്മളെ പ്രധാനപ്പെട്ട പ്രസാധകർ കോൺടാക്ട് ചെയ്യും, അവർ ഡിമാൻഡ് ചെയ്യാൻ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അത് ഞാൻ പറഞ്ഞു, തുടക്കക്കാർക്ക് അവാർഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അല്ല, ഇതൊരു കഥാസമാഹാരമാണ് വരാൻ പോകുന്നത്. കഥകൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഷാഫിയുടെ കഥകളൊക്കെ കുറച്ച് നീണ്ട കഥകളാണ്. അപ്പോൾ ഒരു നോവലിനുള്ള സാധ്യതയിലേക്ക് വല്ലതും പോകുന്നുണ്ടോ? ഞാൻ നോവലെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. പലരും എൻ്റെ കഥ വായിച്ചിട്ട് ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഇങ്ങനെ നോവൽ എഴുതാനുള്ള ഒരു കാര്യങ്ങൾ കാണുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ നോവലിനെ കുറിച്ച് കുറച്ചുകൂടെ ഒരു 2 കഥാസമാഹാരമൊക്കെ വന്നിട്ട് പതിയെ ആലോചിക്കാം, കഥയിലൊന്നുകൂടെ ഗ്രിപ്പായിട്ട് നന്നായി. ഈ ഷാഫിയുടെ കഥകളിൽ വളരെ സറ്റിലായിട്ടൊക്കെ പൊളിറ്റിക്സ് കടന്നു പോകുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര പൊളിറ്റിക്കലായിട്ടുള്ള കഥകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കാലഘട്ടത്തിനെ സ്വാധീനിക്കുന്ന രീതിയിൽ, മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെയുള്ള? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ വളരെ ലൗഡായിട്ടുള്ള മുദ്രാവാക്യ സ്വഭാവമുള്ള പൊളിറ്റിക്സ് പറയേണ്ട ഒരു കാലത്തിലല്ല തോന്നുന്നു ജീവിക്കുന്നത്. കാരണം നമ്മുടെ ലൈഫൊന്നും അങ്ങനെ അതല്ല. ആ പൊളിറ്റിക്സ് പറയാൻ വേണ്ടി കഥ എഴുതേണ്ട ഒരു സമയത്തല്ല. അതായത് നമ്മൾ കേരളത്തിൽ വളരെ സട്ടിലായിട്ടാണ് പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജാതി പ്രവർത്തിക്കുന്നത് സട്ടിലാണ്. ഇപ്പോൾ നോർത്തിലെ പോലെ അല്ല നമ്മുടെ വർഗീയത, അതും വളരെ സട്ടിലാണ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ സട്ടിലാണ്. അപ്പം നമ്മളതിനെ അമിതമായിട്ട് മുദ്രാവാക്യ സ്വഭാവത്തിലേക്ക് ഈ ആർട്ടിനെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അധികം നിൽക്കില്ല. എന്നാൽ സട്ടിലായിട്ട് അത് പറയേണ്ടതുണ്ട്. അപ്പം നമ്മളതിനെ, ഞാനൊക്കെ എഴുതാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ്. ഇത് സട്ടിലിറ്റികളിലാണ് നമ്മൾ ജാതിയും നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ജാതി. അപ്പോൾ സട്ടിലിറ്റികളിലാണ് ഈ രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത്ര പ്രകടമാക്കുന്നില്ല എന്നുള്ളൊരു രാഷ്ട്രീയമുണ്ട്. ഞാനത് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തിട്ട് പറയല്ല. എന്നാലും ഒരു കാലഘട്ടത്തിൽ ഈ ഡിറ്റക്റ്റീവ് നോവലുകൾ, ക്രൈം ത്രില്ലറുകൾക്കൊരു തിരിച്ചുവരവ് മലയാളത്തിലുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ പ്രേമനഗരം പോലെയുള്ള പുസ്തകങ്ങളൊക്കെ വരുന്ന പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തെ കുറച്ചും കൂടി
ലൈറ്റാക്കി കാണാവുന്നതിനെ കുറിച്ചൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ വരുന്നു. നമുക്ക് കുറച്ചുകൂടി വായിക്കുമ്പോൾ ഒരു ഫീൽ ഗുഡ് എന്ന തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ രാഷ്ട്രീയം, മറ്റു കാര്യങ്ങൾ അവനവനിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് കാലം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അടിയന്തരാവസ്ഥയിൽ ഉണ്ടായിരുന്നൊരു കാലമല്ല നമുക്കിന്ന്, നമുക്കറിയാം. അതിനേക്കാളും അടിയന്തരമായ അവസ്ഥ ഉണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ ഇറങ്ങി തിരിച്ച് ഇപ്പോൾ ഷാഹു പറഞ്ഞ പോലെ തെരുവിൽ യുദ്ധം ചെയ്തുകൊണ്ട് അങ്ങനെ അല്ല ഒളിവ് ജീവിതം നയിച്ചുകൊണ്ട് ഉള്ളൊരു ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളല്ല ഇന്ന്. പൊളിറ്റിക്സ് മാറി മറ്റൊരു സൂക്ഷ്മതലത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്കറിയാം. ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ഇവിടെ നടക്കുന്ന പല പ്രശ്നങ്ങൾ, പല കാര്യം നമുക്ക് അതറിയാം അല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിലൊക്കെ ഓരോ ആൾക്കും പിന്നെ മുതലാളിത്തത്തിൻ്റെ വലിയ കടന്നുവരവ്, ഇപ്പോൾ നമ്മുടെ ഏത് സൂക്ഷ്മതയിൽ പോലും അത് വന്ന് ജീവിതത്തിൽ വന്നു തെളിയും. നമ്മൾ ഏതിലേക്ക് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ പോലും, ഇപ്പം എഴുതുന്ന കാര്യങ്ങളിൽ പോലും അത് കടന്നു വരുന്നുണ്ട്. ഇപ്പം പല വലിയ വേദികളിലേക്കും മുതലാളിത്ത വേദികളിലേക്കും എഴുത്തുകാർ പോകുന്നു, ഭരണകൂടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പല യാത്രകൾ നടത്തുന്നു. ഇതൊക്കെ ഇക്കാലത്ത് സംഭവിക്കുന്നു. സ്വാഭാവികമായിട്ടും എഴുത്തിലും അത്തരം പ്രശ്നങ്ങളൊക്കെ കടന്നുകൂടാം. എന്ന് കഴിഞ്ഞാലും രാഷ്ട്രീയ കഥകളും നോവലുകളൊന്നും വരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള കഥകൾ വരുന്നുണ്ട്, നോവൽ വരുന്നുണ്ട്, കവിതകൾ വരുന്നുണ്ട്. ഇതൊക്കെ ജനകീയ കവിതകളായിട്ടും വരുന്നുണ്ട്, അല്ലാതെയും വരുന്നുണ്ട്. ഇപ്പം മുരുകൻ കാട്ടാക്കടയുടെ ഒക്കെ കവിതകൾ തെരുവീതികളിൽ കഴിഞ്ഞില്ലേ? കാലഘട്ടം കഴിഞ്ഞു. അതായത് ഞാൻ നേരത്തെ ഓരോ കാലം ആണ് പ്രവർത്തിക്കുന്നതല്ലേ. അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് പ്രവർത്തിച്ച ഒരു കാലമല്ല, ആ രൂപത്തിലല്ല ഇന്നത്തെ കാലം പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമ്മുടെ എഴുത്തിൻ്റെ രൂപങ്ങൾ മാറും എന്ന് എഴുതി അതിൽ പൊളിറ്റിക്സ് ഇല്ല, രാഷ്ട്രീയം പറയുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ നേരത്തെ ഞാൻ പറഞ്ഞത് എഴുത്തുകാർ എത്ര ആക്രമിക്കപ്പെട്ടു, എത്ര ആളുകൾ കൊല്ലപ്പെട്ടു മുൻകാലങ്ങളേക്കാൾ അല്ലേ. തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ തന്നെ എത്ര എഴുത്തുകാരും ചിന്തകരുമാണ് കൊല്ലപ്പെട്ടത്. നമ്മുടെ കേരളത്തിൽ എത്ര പേര് ആക്രമിക്കപ്പെട്ടു. റുഷ്ദിയെ ഒന്നാലോചിച്ച് നോക്കൂ. ഇത് ഈ കാലത്തല്ലേ ഇതെല്ലാം നടക്കുന്നത്. അതൊക്കെ എഴുത്തിലുള്ള അവരുടെ രാഷ്ട്രീയ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മറ്റൊരു തരത്തിലാണ് അതുകൊണ്ട് നടക്കുന്നത് എന്ന രീതിയിലാണ്. അല്ല, മലയാളത്തിൽ നോക്കുമ്പോൾ വളരെ ആഘോഷിക്കപ്പെടുന്ന നോവലുകൾ, ആഘോഷിക്കപ്പെടുന്ന, പക്ഷെ കഥയിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ആഘോഷിക്കപ്പെടുന്ന നോവലുകളിൽ എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി പ്രണയത്തിന് അവനവന് പ്രാധാന്യം കൊടുക്കുന്ന, അവനവൻ്റെ സന്തോഷങ്ങൾക്ക് അവനവൻ്റെ സമാധാനം കണ്ടെത്തുക, അതിൻ്റെ അപ്പുറത്തേക്ക് തൽക്കാലം നമ്മൾ നോക്കണ്ട, ലെറ്റ് ഇറ്റ് ബി എന്നുള്ള ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ? മൊത്തത്തിലൊരു അങ്ങനത്തെ ഒരു കാറ്റ് വീശുന്നുണ്ടോ? അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം വിദ്യാഭ്യാസത്തിന് നോക്കിയാൽ മതി. ഇപ്പം വെറുതെ പഠിച്ചു പോകുമ്പം നമ്മുടെയൊക്കെ കാലത്ത് പഠിച്ച് ഭയങ്കരമായൊരു ലക്ഷ്യമൊന്നുമില്ല, പഠിക്കുക, ക്യാമ്പസിൽ വരും. പക്ഷെ ഇന്ന് കുറച്ചുകൂടി പ്രാക്ടിക്കലാണ് ഓരോരുത്തരടുത്തും. ജോലി ആദ്യം, ഇപ്പം ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ ജോലിയാണ് പ്രധാനം. ഇപ്പം നമ്മുടെ അതിന് മുമ്പുള്ളൊരു തലമുറ നോക്കൂ, അങ്ങനെ കൃത്യമായ ജോലി ക്യാമ്പസിൽ വരുന്നു, ക്യാമ്പസിൽ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നു, രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു, സാമൂഹികമായ ബോധ്യങ്ങളോട് ഇടപെടുന്നു. അങ്ങനെ തൊഴിൽ ഇതൊന്നും അല്ല ലക്ഷ്യം. സമൂഹത്തിൽ ഇടപെടുക, പിന്നെ പഠിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ജീവിക്കുക. അങ്ങനെ പ്രത്യേകിച്ചൊരു സൂക്ഷ്മമായ ലക്ഷ്യമൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കൃത്യമായ ലക്ഷ്യമുണ്ട്, കൃത്യമായ പ്രാക്ടിക്കലുമാണ്. അതുകൊണ്ട് സ്വയം ഉള്ളിലേക്ക് നോക്കാനുള്ളൊരു സ്വഭാവം പലരിലുണ്ട്, എല്ലാവരും ഭൂരിപക്ഷ ആളുകളിലുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം. മാറിയൊരു ലിബറൽ പൊളിറ്റിക്സിൻ്റെ ഒരു സാധനം അതിലുണ്ട്. കാരണം ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ കാലഘട്ടത്തിലേ നമുക്ക് സംഘടിതമായി നിന്ന് നാടിനെ മാറ്റാം, നാടിൻ്റെ രാഷ്ട്രീയം മാറ്റാം എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ ഒരു കൂട്ടം യുവാക്കൾ, ചെറുപ്പക്കാരെ ക്യാമ്പസിലുണ്ടായിരുന്നു. അവർ പോവേ നമ്മുടെ ഈ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുമ്പോൾ വ്യക്തിയുടെ സ്വാതന്ത്ര്യം, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, അവർക്ക് സെറ്റിലായി ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവരുടെ ഫ്രീഡം, അവരുടെ ആഘോഷം, അപ്പം അതൊക്കെ വ്യക്തി അതിന് പ്രാധാന്യം കൊടുക്കുകയും ഇപ്പം നമ്മൾ ക്യാമ്പസിൽ ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം ഈ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ കുട്ടികളുടെ പങ്കാളിത്തം കുറഞ്ഞിരുന്നത്, അവരുടെ താല്പര്യങ്ങളിൽ നിന്ന് മാറുന്നുണ്ട്. എന്നാൽ അവരുടെ പേഴ്സണലായ കാര്യങ്ങളിൽ ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ അവർ വളരെ സ്വാതന്ത്ര്യബോധമുള്ളവരാ, പിന്നെ വസ്ത്രം ധരിക്കുന്നത് പറഞ്ഞാൽ അവർ ദേഷ്യപ്പെടും. അപ്പം അത് നമ്മുടെ ഈ പറയുന്ന നോവലുകളിലും വർക്ക് ചെയ്യുന്ന, പ്രത്യേകിച്ച് പുതിയ ആളുകൾ എഴുതുന്ന നോവലുകളിൽ അതിൻ്റെ കൺസേണുകളാവുന്നത് ഈ പറയുന്ന സെൽഫ് ലവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ മറ്റിപ്പോൾ നമുക്ക് ആനന്ദമൊക്കെ എഴുതിയതുപോലെ ഒരു നോവലിനെ കുറിച്ച് ആലോചിക്കാൻ ഇവർക്ക് പറ്റുന്നുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ പൊളിറ്റിക്സിൻ്റെ കൂടി വിഷയമാണെന്ന് തോന്നുന്നു. കാലം മാറുമ്പോൾ ചിലപ്പോൾ അതും മാറുമായിരിക്കും. ഓക്കെ, ഇനി കുറച്ച് ക്ലീഷേ ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കാലത്ത് റോൾ മോഡലായിരുന്ന
ഇപ്പോഴും പിന്തുടരുന്ന അങ്ങനെ ഒരു എഴുത്തുകാരൻ? നമുക്ക് ഒരാളെ മാത്രം പറയാൻ പറ്റില്ല. പിന്നെ മറ്റുള്ളവരുടെ ശത്രുത ഇടാൻ വേണ്ടിയിട്ട് അല്ല, അങ്ങനെ വെറുതെ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഇന്നേ ആളാണ് നമ്മുടെ ഓക്കെ, അടുത്ത കാലത്ത് വായിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോവൽ? ഒരു ഒന്നായിട്ടല്ല, ഒരുപാട് 2-3 പറഞ്ഞു. ഇപ്പോൾ എനിക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്ത നോവൽ ഒന്ന് പട്ടുനൂൽ പുഴു. അങ്ങനെ ഒരു പക്ഷേ എൻ്റെ തന്നെ ചില ഭാഗങ്ങളിൽ ഞാൻ തന്നെയാണല്ലോ എന്നൊരു തോന്നൽ എനിക്കുള്ളത് കൊണ്ടായിരിക്കാം. ആ ഒരു അനുഭവം അതെനിക്ക് നന്നായി റിലേറ്റ് ചെയ്തൊരു നോവലായിരുന്നു. പിന്നെ ഷാജി കുമാറിൻ്റെ മരണവംശമുണ്ട്, ആത്രേയമുണ്ട്, അതുപോലെ തപോമയുടെ അച്ഛനുണ്ട്, ഇപ്പോൾ കലാച്ചി ഇപ്പം വായിച്ചാത്തുണ്ട്, മൾബറി ഉണ്ട്, സോർബയ അതുണ്ട്, മൾബറി ഉണ്ട്. ഇതെല്ലാം അത്യാവശ്യം നമ്മുടെ കാലഘട്ടത്തിൽ, അതായത് ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിലാണെങ്കിൽ തന്നെ, ചെറുപ്പക്കാരെ എഴുത്തുകാരുടെ ഇടയിൽ ഇപ്പോൾ ബിനീഷ് പുതുപ്പണമുണ്ട്, ഷാഫി ഉണ്ട്, കഥ എഴുതുന്ന ആളുകൾ. നമ്മുടെ കാലഘട്ടത്തിൽ കവിതയ്ക്ക് അങ്ങനെ ഒരു ഫേസ് പറയാനില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? കവിത ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെയും അടുത്ത കാലത്ത് വായിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൃതി ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരു കവിതാ പുസ്തകം കുറച്ച് കാലമായിട്ട് ഞാൻ കേൾക്കുന്നില്ല. അത് ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ചുള്ളിക്കാടിൻ്റെ ഒക്കെ ഒരു കാലത്ത് ക്യാമ്പസുകൾ മുഴുവൻ ചുള്ളിക്കാടിൻ്റെ ഒരു വരി ചൊല്ലാത്ത, ചുള്ളിക്കാടിന് അപരനില്ലാത്ത ഒരു ക്യാമ്പസ് ഇല്ല. അപ്പോൾ കവിതയുടെ കാലമായിരുന്നു അത്. ഇപ്പോൾ പിന്നെ കുരിപ്പുഴൻ്റെ ജെസ്സിയൊക്കെ ക്യാമ്പസുകൾ ഇങ്ങനെ പാടി നടന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാലം, കവിതയുടെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. കടമനിട്ട കവിതകൾ ചൊല്ലാത്ത കാലമില്ലായിരുന്നു അല്ലേ, കാട്ടാളനൊക്കെ. അപ്പോൾ പിന്നീട് മാറിയപ്പോൾ ഇന്ന് നോവലുകളാണ് ഒരു കാലമാണ്. ഇത് എത്ര കാലം നിൽക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ചെറുകഥകളുടെ ഒരു കാലമാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ നേരത്തെ കവിതകൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ തമാശയൊക്കെ പറയുമല്ലോ, ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് കവി എന്ന് വിളിച്ചാൽ ബസ് സ്റ്റാൻഡിൽ 100 പേരുണ്ടെങ്കിൽ 99 പേരും തിരിഞ്ഞു നോക്കും എന്നൊക്കെ തമാശ. അപ്പം അത്രയും കവിതകൾ എഴുതപ്പെടുന്നുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു അത് കവിതകളേക്കാൾ ഇപ്പോൾ ആളുകൾ വായിക്കാൻ ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നത് നോവലുകളും കഥകളും ആയതുകൊണ്ടായിരിക്കാം. എന്നാൽ ഇതും എല്ലാ കാലത്തും നിലനിൽക്കാൻ ഓരോന്നിനും ഓരോ സമയം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അടുത്ത് തോന്നുന്നത്. അല്ലെ, ക്യാമ്പസുകൾ ഇപ്പോഴും ചുള്ളിക്കാടിന്റെ ഒക്കെ കവിത തന്നെയല്ലേ ചൊല്ലുന്നത്? എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല, വല്ല വെള്ളടി പാർട്ടികളും വളരെ വളരെ ചുരുക്കമാണ്. ഒരു വളരെ ഇങ്ങനെ ഒരു ഭാവനാ ലോകത്ത് ജീവിക്കുന്ന കുറച്ച് പേർക്കിടയിലൊക്കെ ഉള്ളൊരു ഒരു കവിതകളായിട്ടാണ് അങ്ങനെ ഒരു ലോകം. മറിച്ച് ആ കാലത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവവും നേരത്തെ ആ ഒരു സാമൂഹിക ബോധ്യമൊക്കെ ഉള്ളൊരു കാലത്ത് അത് ഭയങ്കരമായ ഇതായിരുന്നല്ലോ. മുദ്രാവാക്യങ്ങളുടെ ഒരു കാലത്തായിരുന്നു. ചുള്ളിക്കാടിന്റെ വരിയില്ലാത്ത ഹോസ്റ്റലിന്റെ ഏതെങ്കിലും ഒരു മുറി നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നു ആ കാലത്ത്. അങ്ങനെ ഒരു ഇന്നതിൻ്റെ ഒരു മാറി. ഇപ്പോൾ ആളുകൾ നോവലിലെ വരികൾ പല സ്ഥലത്തും കോട്ട് ചെയ്യുന്നു, പറയുന്നു. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ മതി, ഭൂരിപക്ഷം നോവൽ വരികളും ഇതൊക്കെ വരുന്നു. അപ്പോൾ ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഇന്ന് അതിൻ്റെ കാലമാണ്. ഇത് ചിലപ്പോൾ മാറി വീണ്ടും കവിതകൾ തന്നെ കടന്നു വരാം. അങ്ങനെ കവിതകളും എഴുതപ്പെടുന്നുണ്ട്. മറ്റേതൊരു കാലത്തേക്കാളും കവിതകൾ ഒരുപാട് എഴുതപ്പെടുന്നുണ്ട്. ചിലപ്പോൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഈ പറയുന്ന മുദ്രാവാക്യ സ്വഭാവത്തിന് വളരെ സൂക്ഷ്മമായ അനുഭവങ്ങളിലേക്ക് കവിത മാറിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ചൊല്ലി പറഞ്ഞു നടക്കാനോ അല്ലെങ്കിൽ പാടി നടക്കാനോ തോന്നുന്നത്. ചൊല്ലും നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു മുരുകൻ, കാട്ടാക്കടകളെ, രേണുകയൊക്കെ എപ്പോഴും പുതിയ കവിതകൾ ആ സ്വഭാവത്തിലല്ലോ നിൽക്കുന്നത്. അടുത്തിടയ്ക്ക് വായിച്ച ഒരു 2-3 ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ? ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട തപോമയും പട്ടുനൂൽപ്പുഴ തന്നെയായിരുന്നു. അതിൽ പട്ടുനൂൽപ്പുഴ കുറച്ചുകൂടി അധികം ഇഷ്ടമായത് വളരെ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചൊരു ലോകം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് എളുപ്പമല്ല എഴുതുന്ന ഒരാളെന്ന് നിലയ്ക്ക്. അപ്പം അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കൈറോസ് എന്നെ വളരെ അതിൻ്റെ ഒരു വാക്കിൻ്റെ ഒരു കളി എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അധികം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലെങ്കിലും ഈ ഒരു ഫീൽ ഗുഡ് ജേണറിൽ ഞാൻ പണ്ട് വായിക്കുകയും കുറച്ച് കാലം മുമ്പേ വായിക്കാൻ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തതാണ് എൻ്റെ കിളിമഞ്ചാരോ ബുക്ക് സ്റ്റാൾ, രാജേന്ദ്രൻ എടുത്തുങ്ങരെയാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഈ ആഘോഷിക്കപ്പെട്ട ഒരുപാട് ഫീൽ ഗുഡ് നോവലുകളുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ പറയാവുന്നൊരു നോവലാണ്. അതൊക്കെയാണ് എനിക്ക്. അപ്പോൾ കൂടുതൽ പുതിയ പുസ്തകങ്ങൾ വരട്ടെ, ബിനീഷിൻ്റെയും ഷാഫിയുടെയും പുതിയ പുസ്തകങ്ങൾ വരട്ടെ, ആളുകളെ അത്ഭുതപ്പെടുന്ന പുസ്തകങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം.